ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം. ഈ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് എന്ന് പറയുന്നത് നോ ലോജിക് ഓൺലി മാഡ്നസ് എന്നാണ്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ലോജിക് ഇല്ല എന്ന് എന്തായാലും മനസ്സിലായി. എന്നാൽ മാഡ്നസിന്റെ കാര്യത്തിൽ ഞാൻ അത്രക്കങ്ങ് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അതിന് കാരണം ഇതേ നായക നടന്മാരുടെ ഇതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള മാഡ്നസ് ഉള്ള സിനിമകൾ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. ഇതെന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം മാത്രമാണ്. അത് മാത്രമല്ല, ഈ സിനിമ ആരോടൊക്കെയോ മറുപടി പറയാൻ വേണ്ടി എടുത്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇവിടൊക്കെ തന്നെയുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പോകാനായിട്ടില്ല എന്ന് ആരോടൊക്കെയോ പറയാൻ വേണ്ടി എടുത്ത ഒരു സിനിമയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. അതേപോലെ തന്നെ റെഫറൻസിന് വേണ്ടി എടുത്ത സിനിമ കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിന് റെഫറൻസിന് വേണ്ടി ഒരു കാസ്റ്റ് തന്നെ എനിക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ സോഷ്യൽ റെലവന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മാഡ്നസ് എന്ന കാര്യത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്തപ്പോൾ ആ സ്റ്റോറി അങ്ങ് ഇല്ലാതായി പോയി എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി എക്സിക്യൂട്ടീവ് ചെയ്ത് സ്റ്റോറിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ രാമലീല പോലെ നല്ലൊരു സിനിമ കിട്ടിയാണ്. അതുപോലെ ഈ സിനിമ തിയേറ്ററിലുള്ള സമയത്ത് ഉണ്ടായിരുന്ന പല സീനുകളും OTT-യിൽ വന്നപ്പോൾ കട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ആ ഒരു സീൻ എടുത്തത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്.